പപ്പായ കൊണ്ട് ഹൽവയുണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി നല്ല പഴുത്ത ഒരു പപ്പായ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അത് ഒരു പാനിലേക്കിട്ട് അതിലേക്ക് 1/4 കപ്പ് വറുത്ത് വെച്ചിരിക്കുന്ന റവയും 1/2 കപ്പ് പാലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ച് അതിനെ വറ്റിക്കണം. ആ വെള്ളമെല്ലാം വറ്റി എടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ ഓരോ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ മാറ്റി മാറ്റി ഒഴിച്ച് നമുക്കിതിനെ ഇളക്കാം. കുറേച്ച് ഒഴിച്ചാൽ മതിയല്ല, ഒത്തിരി ഒഴിക്കണ്ട. നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന എണ്ണ വന്ന് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. പിന്നീട് ആ എണ്ണയെല്ലാം വലിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത എണ്ണ ഒഴിക്കാവുള്ളൂ. എണ്ണയും നെയ്യും ഇങ്ങനെ മാറ്റി മാറ്റി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും നെയ്യുമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടിയിലിങ്ങനെ കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു സ്റ്റേജ് എത്തും. ചട്ടുകത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കട്ടിയാകും. അപ്പോൾ ഹൽവയിൽ അവിടെ ഇവിടെ ഓരോ കട്ടി പീസ് വരും. അതുകൊണ്ട് എല്ലാം നന്നായി ഇളക്കി ഇളക്കി എടുക്കണം. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് പാത്രത്തിൽ നിന്ന് വിട്ടുപോന്ന് നന്നായി ഉരുണ്ട് വരും. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് അല്പം നെയ്യ് പാത്രം മുഴുവൻ തടവി അതിലേക്ക് ഈ ഹൽവ ഇട്ട് നന്നായി പരത്തിയെടുക്കാം. ചൂടോടുകൂടി തന്നെ പരത്തിയെടുക്കാം. അതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട് ഇതുപോലെ ഓരോ പീസ് നമ്മൾ മുറിച്ചെടുക്കുന്ന ഓരോ പീസിനും ഓരോ നട്ട് വരുന്നത് പോലെ നമുക്ക് അമക്കി വയ്ക്കാം. നന്നായി പ്രസ് ചെയ്ത് വെക്കണം. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് പീസാക്കി മുറിക്കാവുന്നതാണ്. എല്ലാം മുറിച്ച് വെച്ചിട്ട് ഒന്നുകൂടി നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസും
ഇളക്കിയെടുക്കാം. ഇതിനെ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.